2024 സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. യു.പി. പ്രയാഗ്രാജ് സ്വദേശി ശക്തി ദുബൈക്കാണ് ഒന്നാം റാങ്ക്. ഹർഷിത ഗോയൽ രണ്ടാം റാങ്കും ഡോങ്രെ അർച്ചിത് പരാഗ് മൂന്നാം റാങ്കും നേടി. ആദ്യ 100 റാങ്കുകളിൽ 6 മലയാളികൾ ഇടം പിടിച്ചിട്ടുണ്ട്. 1132 ഒഴിവുകളിലേക്കാണ് ഇക്കുറി നിയമനം നടക്കുക. വിശദാംശങ്ങളുമായി സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സിബി, എങ്ങനെയാണ് റിസൾട്ടൊക്കെ? വിനീഷ, 2024 സിവിൽ സർവീസ് ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ ആദ്യ 100 റാങ്കുകളിൽ നിരവധി മലയാളികൾ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാം റാങ്ക് യു.പി. പ്രയാഗ്രാജ് സ്വദേശിനിയായ ശക്തി ദുബൈക്കാണ്. പ്രയാഗ്രാജ് സ്വദേശിനിയായ ശക്തി ദുബൈ അലഹബാദ് സർവകലാശാല വിദ്യാർത്ഥിനി കൂടിയാണ്. രണ്ടാം റാങ്ക് ഹരിയാന സ്വദേശിനിയും MS യൂണിവേഴ്സിറ്റി ബറോഡയിൽ നിന്നും ബികോം ബിരുദവും നേടിയ ഹർഷിത ഗോയലാണ് രണ്ടാം റാങ്ക്. വെല്ലൂരിലെ VIT ബിടെക് ബിരുദധാരി ഡോഗ്രെ അർജിത് പരാഗിലാണ് മൂന്നാം റാങ്ക് നേടിയിരിക്കുന്നത്. അതുകൂടാതെ അഹമ്മദാബാദിലെ ഗുജറാത്ത് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് നേടിയ ഷാമാർഗി ചിരാഗ് നാലാം റാങ്കും ദില്ലി ഗുരു ഗോവിന്ദ് സിംഗ് ഇന്ദ്രപ്രസ്ഥ സർവകലാശാല ബിടെക് ബിരുദധാരിയായ ആകാശ് ഗാർഗ് 5ാം റാങ്കും നേടി. ആദ്യ 100 റാങ്കുകളിൽ നിരവധി മലയാളികൾ ഇടം പിടിച്ചിട്ടുണ്ട്. അതിൽ 33ാം റാങ്കുകാരിയായ ആൽഫ്രഡ് തോമസ്, 45ാം റാങ്ക് നേടിയ മാളവിക G നായർ, 47ാം റാങ്ക് നേടിയ GP നന്ദന, 54ാം റാങ്ക് നേടിയ സോണറ്റ് ജോസ്, 81ാം റാങ്ക് നേടിയ റീനു അന്ന മാത്യു, 95ാം റാങ്ക് നേടിയ ദേവിക പ്രിയദർശിനി എന്നിവരാണ് ഈ മലയാളികൾക്ക് അഭിമാനകരമായി മാറിയ ഈ പരീക്ഷയിൽ പാസ്സായവർ. എന്തായാലും 5,83,213 പേരായിരുന്നു പ്രിലിമിനറി പരീക്ഷ എഴുതിയത്. ഇതിൽ നിന്നും മെയിൻ പരീക്ഷയും അഭിമുഖവും കടന്ന് 2,845 ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. ഇവരിൽ നിന്നാണ് ഇപ്പോൾ 1009 പേർ സിവിൽ സർവീസിൽ ഇപ്പോൾ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ജനറൽ വിഭാഗത്തിൽ നിന്നും 335 പേരും, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുൻഗണന വിഭാഗത്തിൽ നിന്നും 109 പേരും, OBC വിഭാഗത്തിൽ നിന്നും 318 പേരും, SC വിഭാഗത്തിൽ നിന്നും 160 പേരും, ST വിഭാഗത്തിൽ നിന്നും 87 പേരും അടക്കമാണ് ഇപ്പോൾ 1009 പേരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വിനിഷ. ശരി, സിബി ജോസഫാണ് സിവിൽ സർവീസ് പരീക്ഷാ ഫലങ്ങളുടെ സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.